എത്തീസ്റ്റുകളെ കൊന്നതിന്റെ ആ ഒരു കണക്കിന്റെ അടുത്തേക്ക് മറ്റാരെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ കക്ഷത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം കാണാതെ പഠിച്ചു വെച്ച അതിൽ ഈ ജോസഫ് മാഷിന്റെ ഒക്കെ കയ്യില്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ച് ചത്തുപോകാനേ നമുക്ക് തോന്നും. കാരണം ഇവിടെ പച്ചയ്ക്ക് കൊല, ഇവിടെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആലോചിക്കുക. ഇവിടെ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് പച്ചയ്ക്ക് കൊല ചെയ്യപ്പെടുന്നു, പല വിഷയങ്ങളുടെ പേരിൽ ആൾക്കൂട്ട മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു, മോബ് ലിഞ്ചിങ് ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതൊന്നും കാണാതെ എന്നോ കാലത്ത് കഴിഞ്ഞുപോയ ഒരു ജോസഫ് മാഷിന്റെ കയ്യും പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുടെ ഒരു നിലവാരമില്ലായ്മ എത്രത്തോളം ഉണ്ടാവും, ആ ഡബിൾ സ്റ്റാൻഡേർഡിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതിയാവുന്നതാണ്. പിന്നെ യാസറിനെ കൊന്നു മതമാറിന്റെ പേരിൽ, അതുപോലെ ഫൈസൽ കൊടിഞ്ഞി RSS കേരളത്തിൽ കൊന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഫഹദ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി കാസർഗോഡ് ഈ സംഘപരിവാറുകാർ കൊന്നു. അതേപോലെ തന്നെ പിന്നെ ഒന്നും ഇതൊന്നും പൊളിറ്റിക്കലായി പോലുള്ള കൊലപാതകങ്ങളല്ല, പൊളിറ്റിക്കലായിട്ടുള്ള മറ്റു ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നത്, അതല്ലാതെ ഒരു മുസ്ലിമായതിന്റെ പേരിൽ മാത്രം. അപ്പൊ ഇവിടെ ഷാഹു മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ കൈ വെട്ടുന്നതാണ് വലിയ പ്രശ്നം, തല വെട്ടുന്നതിനേക്കാൾ. തല വെട്ടിയാൽ പ്രശ്നമില്ല, തല വെട്ടിയാൽ എത്ര വേണമെങ്കിൽ പെട്ടാം അല്ലെ. നമുക്ക് ഇങ്ങനെയുള്ള ഭീകരവാദ ചർച്ചകളോ കേരളത്തിലുള്ള ഭീകരവാദ ചർച്ചകളോ ഒന്നും ഒരിക്കലും എന്തില്ല. യാസറിന്റെയോ ഫൈസൽ കൊടിഞ്ഞിയുടെയോ റിയാസ് മൗലവിയുടെയോ ഫഹദ് എന്ന് പറയുന്ന ചെറിയ കുട്ടി ആ കുട്ടിയെ കൊന്നതൊന്നും എന്തില്ല ഒരു ഭീകരവാദത്തിന്റെ ലിസ്റ്റിൽ വരില്ല. ഒരു കൈവെട്ടിയാൽ അത് തീർച്ചയായും കൈവെട്ടിയത് ഒരിക്കലും ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് പ്രത്യേകിച്ച് ഡിസ്ക്ലെയിമർ പറയേണ്ടി വരുന്ന ഒരു ഇതാണ് വേറെ കാര്യം. ചർച്ച നടക്കുന്ന സമയത്ത് പോലും ഉത്തരേന്ത്യയിൽ നാലോളം ആളുകൾ മോബ് ലിഞ്ചിങ്ങിന് വിധേയമായി പിന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കൊല ചെയ്യപ്പെടുന്ന പ്രശ്നമല്ല, ആളുകളെ തലയെടുക്കുന്ന കുഴപ്പമില്ല, ജീവൻ എടുക്കുന്ന കുഴപ്പമില്ല, കൈവെട്ടിയതാണ് ഏറ്റവും വലിയ അപരാധം. ഇതാണ് അപ്പോൾ കൈവെട്ടിയത് അപരാധം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതാണ് ഇവരുടെ ലൈൻ എന്ന് പറഞ്ഞത്. അല്ല, ഇത് ആഗോള ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം. പിന്നെ വളരെ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, അതായത് എവിടെ നിന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ടൊരു രക്തസാക്ഷിയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേടാമ്പലുകളെ പോലെ സ്വന്തം ആളുകളെ അതിൽ നിന്നൊരു എരയെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരെന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ എന്നോ കഴിഞ്ഞുപോയ ഒരു കാര്യത്തിൽ അതിനെ ഒരു ബ്രാൻഡ് ചെയ്യണം. ഇപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 9/11 സംഭവം അത് ഒരു ബ്രാൻഡാണ്, ഒരു ഡേറ്റിനെ എടുത്ത് വെച്ചിട്ട് ഒരു ബ്രാൻഡ് ആക്കി കഴിഞ്ഞു. ആ 9/11 സംഭവമാണ് ഭീകരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മാത്രമാണെന്നുള്ളതാണ് ഒരു ആഗോള നരേറ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ ആ 9/11 സംഭവത്തിന് മുമ്പും ശേഷവും അതിന്റെ എത്രയോ ഇരട്ടി മനുഷ്യരെ ഈ പറഞ്ഞ ഇറാഖിലും ഇറാനിലും അഫ്ഗാനിലും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ അമേരിക്കനെ കൊന്ന് തള്ളിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എന്തില്ല, ഡേറ്റ് ഇല്ല, ദിവസം ഇല്ല, സമയമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഈ വർത്തമാന കാലത്ത് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് October 7th. അതൊരു ബ്രാൻഡാണ്. പല പാശ്ചാത്യ മീഡിയ വർക്കേഴ്സ് അവർ പറഞ്ഞു തുടങ്ങുന്ന ഡു യു കണ്ടം October 7th അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണം. ആ October 7th ശേഷം അതിന്റെയും എത്രയോ ഇരട്ടി ആളുകളെ ഫലസ്തീനിൽ കൊന്നു കഴിഞ്ഞു. പക്ഷെ അതൊന്നും എന്തല്ല, ബ്രാൻഡല്ല, അതിന് ഡേറ്റ് ഉണ്ടാവില്ല, ടൈം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ദിവസത്തെ ഏതെങ്കിലും ഒരു പത്രത്തിൽ അത് മുഖ്യധാരയിൽ എത്താതെ ഈ മുതലാളിത്ത മാധ്യമങ്ങളെല്ലാം അതിനെ മറച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു പറയുമ്പോൾ പോലും ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ കുറെ ആളുകൾ വന്നതാ പിന്നെ കൈവെട്ടിയത് വളരെ നല്ല കാര്യം അല്ലേ, പിന്നെന്താ ഒരു കൈയല്ലേ വെട്ടിയുള്ളൂ എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ പിന്നെ ഇത്രയും കാലത്തിനിടയിൽ കേരളത്തിലെ മതങ്ങളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് മതപരമായി മതത്തിന്റെ വിഷയത്തിൽ മാത്രം പൊളിറ്റിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും പല രൂപത്തിൽ ആളുകൾ എന്തിട്ടുണ്ട്. CPM RSS വെട്ടിയിട്ടുണ്ട്, RSS തിരിച്ചു വെട്ടിയിട്ടുണ്ട്, പിന്നെ SDPI അങ്ങോട്ട് വെട്ടിയിട്ടുണ്ട്, തിരിച്ചു വെട്ടിയിട്ടുണ്ട്. പൊളിറ്റിക്കലായ കാരണങ്ങളുള്ള മതപരമായ കാരണം കൊണ്ട് ഒരാളെ പോലും മുസ്ലിങ്ങൾ കൊന്നിട്ടില്ല, ഒരാളെ പോലും ചെയ്തിട്ടില്ല. ഈ പിന്നെ നമുക്ക് അറിയാവുന്ന ചരിത്രത്തിൽ ഒരാളെ പോലും കൊന്നിട്ടില്ല. ആകെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൈവെട്ടാണ്. അത് അത്യന്തമായിട്ടുള്ള ഒരു അപരാധമാണ്, യാതൊരു കാര്യത്തിലുള്ള സംശയമില്ല. പക്ഷേ ഇവർ പറയുന്നത് കാര്യം അത് നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായി അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് തെറ്റായിപ്പോയി, അത് ശരിയാണ്, തെറ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് തെറ്റാണെന്ന് നമ്മളിങ്ങനെ ആവർത്തിക്കണമെങ്കിൽ ഇതിനേക്കാൾ ഒരു കൈവെട്ടിനേക്കാൾ വലിയ വിഷയങ്ങളാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. മതത്തിന്റെ പേരിൽ മാത്രം മുസ്ലിങ്ങൾ ആരും തിരിച്ചങ്ങോട്ട് കൊന്നില്ല, ഇങ്ങോട്ട് എന്തിട്ടുണ്ട്, യാസറിനെ കൊന്നിട്ടുണ്ട്, കൊടിഞ്ഞി ഫൈസലിനെ കൊന്നിട്ടുണ്ട്, പിന്നെ റിയാസ് മൗലവിയെ കൊന്നിട്ടുണ്ട്, ഫഹദിനെ കൊന്നിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ മാറ്റി വെക്കാം. അതല്ലാതെ തന്നെ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു കാര്യത്തിന് പിന്നെ പ്രൊപ്പോഷണേറ്റ് ആയിരിക്കണം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ജോസഫ് മാഷിയുടെ കൈവെട്ടിയ കാര്യം, ജോസഫ് മാഷ് ചെയ്തത് ഒരു പിന്നെ ക്രിമിനൽ ആയിട്ടുള്ള കേസ് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചെയ്ത പ്രവൃത്തി തെറ്റാണ്, അതേപോലെ തന്നെ അതിനെ കുറിച്ച് ചെയ്ത കാര്യവും തെറ്റാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പിന്നെ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനെ നിരന്തരമായി പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരു മാപ്പുസാക്ഷിത്വ രൂപത്തിൽ, ഒരു അപ്പോളജിക് രൂപത്തിൽ നമ്മൾ സംസാരിക്കണം, മുസ്ലിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആ വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം അത് അടുക്കുന്ന പതിയെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാർട്ടിൻ കൊന്നതുപോലെ, അതേപോലെ തന്നെ ഫൈസലിനെയും പിന്നെ അതുപോലെ തന്നെ യാസറിനെയും റിയാസ് മൗലവിയെയും അതുപോലെ തന്നെ ഫഹദിനെയും എല്ലാം കൊന്ന അതിന്റെ തുടർച്ചയായിക്കൊണ്ട് അതിന്റെ ആ അധ്യായങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അധ്യായം മാത്രമാണ് ജോസഫ് മാഷിയുടെ കൈവെട്ടിയത്. അത് തെറ്റായ ഒരു കാര്യമാണ്. മാർട്ടിൻ ആളുകളെ കൊന്നതുപോലെ, ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള മാർട്ടിൻ ആളുകളെ കൊന്നതുപോലെ, RSSകാർ മതത്തിന്റെ പേരിൽ മാത്രം മുസ്ലിങ്ങൾ ഒരുപാട് ആളുകളെ കൊന്നതുപോലെ മറ്റൊരു വിഷയം ആ അധ്യായങ്ങളിൽ പെട്ട ഒരു അധ്യായമാണ് കൈവെട്ടുക എന്ന് പറയുന്ന അധ്യായം. അതിനേക്കാൾ വലുതാണ് തലവെട്ടുക എന്ന് പറയുന്നത്. എന്താണ് ഞങ്ങളുടെ ഒരു നിലപാട്. അപ്പോൾ തെറ്റ് തന്നെയാണ്, അതൊരു സംശയം. അതെല്ലാം തെറ്റിന് ആ ഒരു ഗ്രേഡിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രം. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയുന്നത്. എപ്പോഴും ആ ഒരു അപ്പോളജിക് രൂപത്തിലുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പഠിക്ക് നോക്കിക്കോളൂ.